നമസ്കാരം. കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് അമ്പലവയൽ പുറ്റാടാണ്. ഇന്ന് പുറ്റാടുള്ള ഒരു കലാകാരിയാണ് വേരുകൾ പരിചയപ്പെടുത്തുന്നത്. ഇഷ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി ഇപ്പം ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ വെജിറ്റബിൾ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വർക്കുകൾ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചിയുടെ വർക്കുകളും അതുപോലെ തന്നെ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളുമാണ് ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുന്നത്. വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോന്ന് സ്വന്തമായി ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അച്ഛൻ്റെ പെങ്ങൾ ഒരാൾ ഇതിനോട് അതേപോലെ താല്പര്യമുണ്ട്. ആ താല്പര്യം ആയിരിക്കും ചിലപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്ലഷ് ഫ്ലവർ ചെയ്യുന്നുണ്ട്, പിന്നെ ഡ്രൈ ഫ്ലവറും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനൊക്കെ ചെയ്യാനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പോയി പൂപ്പൊലിക്കും പങ്കെടുക്കലുണ്ട്. അതേപോലെ കൽപ്പറ്റ ഫ്ലവർ ഷോയിലും പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ മേടിക്കലുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. ഇതുവരെ എത്തി നന്നായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സാധാരണ ചെയ്യുന്നത് എന്തൊരു സാധനം, ഒരു വേസ്റ്റ് നമ്മൾ കളയുന്ന എന്തോ ഒരു സാധനങ്ങൾ നമ്മൾ വഴിയിൽ കൂടെ പോകുമ്പോഴായാലും എന്തെങ്കിലും എൻ്റെ കണ്ണിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു രൂപമാറ്റം മാറ്റി വീട്ടിലൊരു ഭംഗിയാക്കി വെക്കാൻ പറ്റും എന്നുള്ള ഒരിത് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ഇത് വാഴേൻ്റെ ഇലയായാലും പാളയായാലും ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പാളയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ എന്തിനാ പാളയൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ പാളയായാലും ഒരു ചകിരി ആയാലും ഇനി അതല്ല ഒരു തെങ്ങിൻ്റെ ഒരു സാധനം കിട്ടിയാലും എന്തൊരു സാധനം എന്നല്ല, നമുക്ക് പ്രകൃതിയിൽ എന്തെങ്കിലും ഉണക്കി നാശമായി പോവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന എന്തൊരു സാധനം കൈ കിട്ടിയാലും അത് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു അത് ഇന്ന സാധനമാക്കി മാറ്റിയെടുത്താൽ നമുക്ക് വീടിൻ്റെ അകത്തളത്തിൽ വെച്ചാലൊരു ഭംഗി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് എടുത്തുകൊണ്ട് പോരും. എന്നിട്ട് പിന്നെ അധികം ഫ്ലവറാണ് ഉണ്ടാക്കൽ. ഫ്ലവർ മാത്രമല്ല, കൈ കിട്ടുന്ന എന്തെങ്കിലും രൂപമാറ്റം വരുത്തി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഉണ്ടാക്കും. പാളയോ വാഴയുടെ ഇലയോ പിന്നെ ചകിരിയോ തെങ്ങിൻ്റെ തൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഓലയോ എന്ത് സാധനമായാലും കണ്ടു കഴിഞ്ഞാൽ ഞാനത് മാറ്റിയെടുത്ത് അതൊരു രൂപമാക്കി എടുക്കലുണ്ട്. രൂപം എന്ന് വെച്ചാൽ ഫ്ലവറാണ് അധികം ചെയ്യുന്നതെടുക്കൽ, അതെടുക്കും. പിന്നെ നമ്മൾ കോമ്പറ്റീഷന് പോകുമ്പോൾ അത് കളറടിക്കാൻ പാടില്ല. ഫ്രഷ് അത് എങ്ങനെയാണോ ഇത് ഉണങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ ആണ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റുള്ളൂ.
അതേസമയം വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോ പൂക്കളാക്കി മാറ്റുമ്പോൾ ആ പൂക്കൾക്ക് ഏത് കളർ അടിക്കാമെന്ന് ചോദിച്ച് എല്ലാ കളറും അടിക്കുക. അധികവും ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പല പല പൂക്കളും രൂപങ്ങളും ഒക്കെ മാറ്റി എടുക്കാറുണ്ട്. മരത്തടികളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന കൂണുകളും ചകിരിയുമെല്ലാം ജിഷയുടെ ഭാവനയിൽ വ്യത്യസ്ത വസ്തുക്കളാകും. നമ്മളിപ്പോൾ പറമ്പിലൊക്കെ ഒരു വിറകെടുക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ മരത്തിൻ്റെ കൂണൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ മരത്തിൻ്റെ കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തു കൊണ്ടുവന്ന് നന്നായിട്ട് ഉണക്കി, ചില കൂണുകളൊന്നും നമ്മൾ കളറടിക്കേണ്ടേ വരില്ല, അങ്ങനെ തന്നെ ഉണക്കി സൂക്ഷിക്കുകയല്ല, നമ്മളത് ഒരു പൂവിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാറുണ്ട്. ചിലത് കളറടിക്കേണ്ടി വരും, ചിലത് കളറൊന്നും അടിക്കാതെ അതേപടി തന്നെ ഉണക്കി വർഷങ്ങളോളം വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു വാഴയുടെ ഇല, ഉണങ്ങിയ ഇല കിട്ടുവാണെങ്കിൽ അതെടുത്ത് കൊണ്ടുവരുമ്പോൾ ചിലരൊക്കെ ചോദിക്കലുണ്ട്, അതെടുത്തുകൊണ്ട് വന്നാൽ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവില്ലേ, ഉണങ്ങിപ്പോവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഉണങ്ങിപ്പോവില്ല. നല്ല കളറൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഉണങ്ങും പൊടിയും ഒന്നും ഇല്ലാതെ അതേപടി തന്നെ അത് ഇരുന്നോളും. ഉണങ്ങിയിരിക്കും, എന്നാലും പൊടിഞ്ഞു പോകുന്നില്ല. നമ്മളത് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പം തന്നെ എടുത്തിട്ടാണ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകും നനവില്ലാണ്ടിരുന്നാൽ. എന്നിട്ട് പിന്നെ അത് ഫ്ലവറാക്കി മാറ്റിയിട്ട് ഉണക്കി കളറടിച്ച് വെച്ചാൽ അത് ഒന്നും ആവില്ല, വർഷങ്ങളോളം അങ്ങനെ ഇരുന്നോളും. അതിന് പൂപ്പൽ വരിക ഒരു കേടും വരാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. അത് എന്ത് മെറ്റീരിയൽസ് ആയാലും അതേപോലെ തന്നെ നന്നായിട്ട് നനവില്ലാണ്ട് ഉണക്കി വെക്കണം. ഉണക്കി കളറടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം കേടുകൂടാതെ തന്നെ അതേ തനിമയോട് തന്നെ ഇരിക്കും. ഞാൻ അടയ്ക്കാത്തൊണ്ടിലും ചെയ്യാറുണ്ട്. അടയ്ക്കാത്തൊണ്ടിലാകുമ്പോൾ അടയ്ക്കേൻ്റെ തൊണ്ട് അതേപോലെ തന്നെ എടുത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപടി തന്നെ നല്ലതുപോലെ പിന്നെ എടുത്തിട്ട് അതിൻ്റെ മേലത്തെ ആ ഒരു അടയ്ക്കേൻ്റെ മേലത്തെ ഒരു ഇതുണ്ടാവും, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണക്കി എടുത്ത് കളറടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ല. അടയ്ക്കാത്തോണ്ട് വർഷങ്ങളോളം തനിമയോടുകൂടി തന്നെ ഫ്ലവർ അങ്ങനെ തന്നെ ഇരുന്നോളും. അടയ്ക്കാത്തോണ്ടിലും ചെയ്തെടുക്കാറുണ്ട്. ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, വെജിറ്റബിൾ അറേഞ്ച്മെൻറ്റ് എന്നിവയും ജിഷയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഫ്രഷ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ഫ്ലവർ നമ്മൾ പൂപ്പൊലിക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. കോമ്പറ്റീഷനിൽ പൂപ്പൊലിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ സമ്മാനങ്ങളും കിട്ടാറുണ്ട്. നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും പൂക്കളായാലും അതിൻ്റെ ഫില്ലിങ്സിലുള്ള ഇലകളായാലും ഒക്കെ നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ സമയം തരും. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യുക. അതേപോലെ നമ്മൾ പിന്നെ അറേഞ്ച്മെൻറ്റിന് ഓരോ ഐറ്റംസ് അവർ ചെയ്യുക. അതിന് മാസ് അറേഞ്ച്മെൻറ്റും പിന്നെ അതേപോലെ അങ്ങനെ 2-3 ഐറ്റംസ് അവർ പറയും. അതിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അവർ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരും ഏതാ വേണ്ടത്. അപ്പം അധികം പൂപ്പൊലിയിൽ ചെയ്യുന്ന മാസ് അറേഞ്ച്മെൻറ്റാണ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ കൽപ്പറ്റ ഫ്ലവർ ഷോയിൽ ചെയ്യുമ്പോൾ അത് എല്ലാ കോമ്പറ്റീഷനും ഉണ്ടാവും. നമ്മൾ പറയുന്നത് ജാപ്പാനീസ്, മൂൺസ്, മാസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെയ്യേണ്ടി വരും. അതിലൊക്കെ തന്നെ പിന്നെ നമ്മൾ മത്സരിക്കാറുണ്ട്, പ്രൈസ് കിട്ടാറുമുണ്ട്. അത് പിന്നെ പൂപ്പൊലീൻ്റെതാണെങ്കിലും അതേപോലെ തന്നെ ഫ്ലവർ ഷോയിൻ്റെതാണെങ്കിലും നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. അവിടെ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്ക് അവിടുന്ന് ഫ്ലവറുകളെല്ലാം അവർ ഇറക്കി തരും. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുത്ത് അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാ പൂക്കളും ഫിലിംസിനുള്ള പിന്നെ ഇലകളും എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവർ പറയുന്ന ഏതാണെന്ന് വെച്ചാൽ അതിൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ ചരിത്രം ഈജിപ്ഷ്യൻ കാലം മുതലുള്ളതാണ്. പുരാതന ഗ്രീക്കിലും റോമിലും പൂക്കളും ഔഷധ സസ്യങ്ങളും അലങ്കാരത്തിനായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഫ്രഞ്ച്, ജോർജിയൻ, വിക്ടോറിയൻ, ജാപ്പനീസ് തുടങ്ങി വ്യത്യസ്ത രീതികൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനുണ്ട്. ഓരോ നാട്ടിലും ലഭ്യമാക്കുന്ന പൂക്കൾക്കനുസരിച്ച് വ്യത്യസ്ത അലങ്കാരങ്ങൾ കാണാനാകും. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ചെയ്തെടുക്കാൻ കഴിയില്ല. നമുക്ക് യൂട്യൂബിലോ ഇതിലൊക്കെ നോക്കി ചെയ്യുമ്പോൾ ഒരാൾ ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോഴും. അതേപോലെ അല്ല, നമ്മുടെ ഒരു പിന്നെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്
പിന്നെ ഓരോ ഫ്ലവർ കൈ കിട്ടുമ്പോൾ അതിനനുസരിച്ച് രൂപം മാറ്റി ഒരാൾ ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കുക വേണ്ടത്. ജപ്പാനീസൊക്കെ ചെയ്യുമ്പോൾ 2 പൂവ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇല കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കുന്ന അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ അത് തന്നെ ചെയ്യുമ്പം നമ്മൾ ഒരു വേള് ചെയ്യുമ്പം മറ്റേ ആളത് വ്യത്യസ്തമായിരിക്കണം, എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ബാക്കി ഏത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ബൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഏത് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു പൂ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ മാറ്റിയെടുക്കണം എന്നുള്ളത് നമ്മുടെ ഭാവനയാണ്. അതിനനുസരിച്ചേ ഭംഗി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരാൾ ചെയ്യുന്നത് നോക്കി നമ്മളിപ്പോൾ എല്ലാവരും കാണാം യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തെടുക്കുന്നത്, നമ്മൾ അതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഭാവനയിൽ ചെയ്ത് എടുക്കുമ്പോൾ മാത്രമേ അതിന് ഒരാൾക്ക് കാണുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം തോന്നി അതിനൊരു ഭംഗി ഉണ്ടല്ലോ എന്ന് തോന്നും. ഒരാൾ ചെയ്തത് നമ്മൾ അത് ആവർത്തിച്ച് തന്നെ വരുമ്പോൾ അതിനൊരു വ്യത്യസ്തത ഉണ്ടാവില്ല, എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു പൂവോ ഒരു ഇലയോ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ അതിൻ്റെ ഭംഗി വരുത്തണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അത് മാറ്റിയെടുക്കുകയാണ് സാധാരണ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ അതിനൊരു ഭംഗിയും ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ള എൻ്റെ അനുഭവം. ഇന്ന് നമ്മുടെ നാട്ടിലെ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും ഫ്ലവർ അറേഞ്ച്മെന്റ് ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റും ഉണ്ട്. കല്യാണത്തിനാണെങ്കിലും അതേപോലെ എന്തെങ്കിലും സ്റ്റേജ് പരിപാടികളോ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം കൂടി വരുന്ന ഒരു ഇതാണ് ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൽ മാത്രമല്ല ഒറിജിനൽ ഫ്ലവറിലും ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ഡ്രൈ ഫ്ലവറിലും ചെയ്യുന്ന നല്ലൊരു ജോലി സാധ്യത കൂടി തന്നെയാണ്, ഒരു നല്ലൊരു വരുമാനം കൂടിയാണ്. ഇപ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ കുത്തക, പെണ്ണുങ്ങൾക്കും കൂടി ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കല്യാണ സീസൺ ആകുമ്പോൾ ഓരോരുത്തരെ വർക്ക് പിടിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മുടെ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനെ കൊണ്ട് സാധിക്കും. ഫ്ലവർ അറേഞ്ച്മെന്റ് പോലെ വെജിറ്റബിൾ അറേഞ്ച്മെന്റും ജിഷ മനോഹരമായി ചെയ്യാറുണ്ട്. പച്ചക്കറി വെച്ചിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി എടുക്കാറുണ്ട്. പിന്നെ അതിന് വെജിറ്റബിൾ കാർവിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലവറായിട്ടും ഓരോ രൂപങ്ങളാക്കിയിട്ടും ഓരോ ജീവികളാക്കിയിട്ടും ഒക്കെ പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. തണ്ണിമത്തനിൽ രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഫ്ലവർ വേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ എന്ത് പച്ചക്കറി കിട്ടിയാലും ഉള്ളിയിലായാലും എന്തെങ്കിലും അടുക്കളയിൽ നമ്മളിങ്ങനെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തെങ്കിലും ഒരു രൂപമായി മാറ്റാൻ പറ്റുമല്ലോ എന്ന് തോന്നുമ്പോൾ അന്നേരം നമ്മളൊരു പൂമ്പാറ്റേനെ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തൊരു മീനോ എന്തായാലും അതേപോലെ നമ്മൾ പച്ചക്കറി മാറ്റിയെടുക്കും. അങ്ങനെ നമ്മൾ പൂപ്പൊലിയിലാണെങ്കിലും ഫ്ലവർ ഷോ, കൽപ്പറ്റ ഫ്ലവർ ഷോയിലൊക്കെ ആണെങ്കിലും നമ്മൾ മത്സരിക്കാറുണ്ട്. അതിന് അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൈസ് മേടിക്കാറുണ്ട്. കൽപ്പറ്റ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കൽപ്പറ്റ ഫ്ലവർ ഷോയ്ക്ക് ആകുമ്പോൾ നമുക്ക് ഞങ്ങൾ കുറച്ചൊരു കൂട്ടായ്മയുണ്ട്. കൂട്ടായ്മയിൽ കൂടെ കുറച്ചൊക്കെ അറിവ് എനിക്ക് അറിയുന്നതിനെക്കാട്ടിലും എല്ലാവരും ചെയ്യുന്നത് ഒരു അറിവ് കൂടി കൂടുതൽ കിട്ടി. അവരെ കൂടെ ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. ഫ്ലവർ ഷോയിൽ ചെയ്യാറുണ്ട്. കാർവിങ് ആണെങ്കിലും വെജിറ്റബിൾ കാർവിങ് ആണെങ്കിലും ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എല്ലാത്തിലും നമ്മൾ അവരെ കൂടെയും ചെയ്യാറുണ്ട്. ത്തിനപ്പുറം നല്ല ഒരു വരുമാനവും ഇന്ന് ഇതിലൂടെ ജിഷയ്ക്ക് ലഭിക്കുന്നുണ്ട്.
നമ്മളെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇത് മാർക്കറ്റിംഗ് ചെയ്യാനും പറ്റും. നമ്മുടെ ഓരോരോ കോമ്പറ്റീഷൻ സമയങ്ങളിലാണെങ്കിലും ഓരോ ഫംഗ്ഷൻ നടക്കുന്ന സമയങ്ങളിലും ഒക്കെ ആണെങ്കിലും നമുക്കിത് വിൽപ്പന ചെയ്യാൻ പറ്റും. അത് ഓരോ ബൊക്കയ്ക്ക് തന്നെ നല്ല ബൊക്ക ചെയ്ത് കൊടുത്താൽ തന്നെ മതി, നല്ലൊരു പൈസ കിട്ടും. മാർക്കറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാനമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പുറമേ നമുക്ക് ഇതിനോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് മനസ്സിന് നല്ലൊരു തൃപ്തിയാണ്. എന്തെങ്കിലും ഒരു രോഗമുള്ളവരാണെങ്കിൽ തന്നെ പിന്നെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനമാണ്, നല്ലൊരു ആശ്വാസമാണ്. എന്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഫ്ലവറിനോട്, പൂച്ചെടികളോട് തന്നെയാണെങ്കിലും കുറച്ച് നേരം നമ്മൾ അതിൽ അവരോട് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മനസ്സിന് നല്ലൊരു സമാധാനം സന്തോഷവും കിട്ടും. നമുക്ക് സമയം പോകാനും, വീട്ടമ്മമാർ ചിലവരൊക്കെ വീട്ടിൽ തന്നെ ഒന്നും ചെയ്യാണ്ട് ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിലേക്കൊക്കെ തന്നെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു വരുമാനമാണ്, മനസ്സിനൊരു സന്തോഷവും എല്ലാം കൊണ്ടും നല്ലൊരു തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വീട്ടമ്മമാർ ഇപ്പം എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങലും ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്. അല്ലാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാർ അതൊന്നും അല്ലാണ്ട് ഇതൊക്കെ തന്നെ ചെയ്ത് പുറത്തേക്കും ഇറങ്ങി വന്ന് നല്ല വരുമാന മാർഗങ്ങളും അതേപോലെ മനസ്സിന് നല്ലൊരു സംതൃപ്തി ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പാള, അതുപോലെ തന്നെ വാഴയില, അതുപോലെ തന്നെ അടയ്ക്കയുടെ തൊണ്ട്, പിന്നെ സവാള, അതിൻ്റെയൊക്കെ തൊലി, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് വർക്കുകളാണ് ചേച്ചി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടു. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച വരികളിലൂടെ കണ്ടത്. വരികളുടെ മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.